ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ പറമ്പിലാണ്. അത്യാവശ്യം നല്ല മഴയും കോളും ഒക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല കാറ്റും അടിക്കുന്നുണ്ട്. അപ്പം നമുക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ആട്ടുംപുഴുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ പറയുന്നത്, എല്ലായിടവും അങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ പശുവിൻ്റെ ചാണകം എന്നൊക്കെ പറയുന്നത് പോലെ ആട്ടുംപുഴുക്കാന്നാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തൊരു വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇന്നലെ വൈകുന്നേരമൊക്കെ തന്നെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. കാരണം ഇന്നലെ ആ ഒരു സമയത്ത് കുറച്ച് വെയിലിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി നിന്നതുകൊണ്ട് നമ്മൾ പകൽ സമയത്ത് ഇടുന്നത് പോസിബിളായ കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഇന്നലെ വൈകിട്ട് തന്നെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ ഏകദേശമൊക്കെ നമ്മളിങ്ങനെ എല്ലായിടത്തും അത്യാവശ്യം കുറേയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും വാങ്ങിച്ച് വരണം, ഇനിയും കുറേ ഇടാനുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ചാമ്പൽ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് താഴത്തെ വീട്ടിൽ പോയി ചാമ്പലും എടുത്തിട്ട് വരണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. വെള്ളം നനയ്ക്കാനുണ്ട്. പിന്നെ കുറേ വാഴകളൊക്കെ അനാവശ്യമായിട്ട് നമുക്ക് വേണ്ടാത്ത രീതിയിലൊക്കെ നമ്മൾ ശല്യം ചെയ്തുകൊണ്ട് നിൽപ്പുണ്ട്. അവരെയൊക്കെ ഒന്ന് വെട്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെന്താണ്, പയറുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പം നോക്കാം എന്തൊക്കെയാണ് നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. നല്ല ഇടി പൊട്ടുന്നുണ്ട്. അതിനു മുമ്പേ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. നമ്മുടെ താഴത്തെ മാജിത ചേച്ചിയുടെ വീടാണ്. നമ്മൾ ചേച്ചി ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇല്ല. നമ്മൾ ചേച്ചിയെ വിളിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ ഒരു മര്യാദ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മളൊന്ന് വിളിച്ച് ചോദിച്ചു. ചേച്ചി എടുത്തോളാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചാക്ക് ഇരുന്നത് 2 ട്രിപ്പായിട്ട് കൊണ്ടുപോയി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ചാക്കും കൂടി ഇരിപ്പുണ്ട്. എന്തായാലും അതും കൂടെ നമുക്ക് എന്തായാലും ഈ ഒരു ബക്കറ്റിനുള്ളതേ ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പം മഴ വരുന്നതിന് മുന്നേ അത്യാവശ്യം കുറച്ച് പണിയൊക്കെ ഒതുക്കിയിട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. ഒരു ചാക്ക് എടുക്കാം, അല്ല ഒരു ബക്കറ്റ് എടുക്കാം. തെറ്റിപ്പോയി. ഇതിനകത്ത് കുറച്ചും കൂടെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബക്കറ്റിലേക്ക് നമുക്ക് കുറച്ച് തട്ടിക്കൊടുക്കാം. ഇന്നത്തെ ഫ്രഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം കുറേ മറ്റേ കമ്പൊക്കെ കരിഞ്ഞ് നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നനഞ്ഞിരിക്കുന്നതാണ്. നേരത്തെ ഇവിടെ ഇരിക്കുന്ന ആയതുകൊണ്ട് അതെല്ലാം നനഞ്ഞിരിക്കുന്ന കേട്ടോ. ഇത് ഇന്നത്തെ ഫ്രഷ് സാധനമാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒരു ബക്കറ്റിനുള്ളത് എടുത്തുകൊണ്ട് പോകാം തൽക്കാലം. ഇതിങ്ങനെ വെള്ളം നനഞ്ഞിരിക്കുന്നോണ്ടേ നല്ല വെയിറ്റാണ്. കാണും പോലെയല്ല, കുറച്ച് വെയിറ്റ് ഉണ്ട്. നനഞ്ഞിരിക്കുന്നതായതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഒരു ബക്കറ്റ് കൊണ്ട് സംതൃപ്തി അടയാം. ഞങ്ങളിതൊന്ന് കൊണ്ടുപോട്ടെ. അപ്പോൾ നമ്മുടെ ചാമ്പലിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് മാക്സിമം പറ്റുന്നിടത്തെല്ലാം ഒന്ന് വിതറി കൊടുക്കണം. നല്ല മഴയുടെ കോളുണ്ട്. അപ്പോൾ ഇന്നത്തെ മഴ ഇതും കൂടെ ആയി മണ്ണിനകത്തും കൂടെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ആയിക്കോളും. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിന്ന് വിതറി കൊടുക്കാവേ. നമ്മൾ ഇന്നലെ ആട്ടുംപുഴുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതൊന്ന് കാണിച്ചു തരാവേ. ഇതാണ് ആട്ടുംപുഴുക്ക. നമ്മൾ ഇന്നലെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അത് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി മഴയും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ സെറ്റ് ആയിക്കോളും. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു ചാമ്പലും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. നമുക്ക് കുറേയൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറേ പിരിച്ച് നടാനുണ്ട് കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ കുറേ പിരിച്ച് നടാനുണ്ട്. നമ്മൾ കുറേയൊക്കെ പിരിച്ച് നട്ടു, ഇനിയും പിരിച്ച് നടാനുണ്ട്. നമ്മളിവിടെ തക്കാളിയും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇന്നലെ നമ്മൾ തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് ചിക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മണ്ണൊക്കെ കിളച്ച് നിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതിനകത്തെല്ലാം ഇട്ട് കൊടുക്കുക. പയറൊക്കെ ഒരുവിധം എല്ലാം പൊച്ചുകൊണ്ടേ ഇരിക്കുന്നു.
അപ്പോൾ അതിനെയൊക്കെ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പുഷ്ടിപ്പിച്ചെടുക്കണം. പിന്നെ അമേരിക്ക നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം നല്ല രീതിയിൽ അത് ഒരുപാട് പൊങ്ങിപ്പോയപ്പോഴത്തേക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും കിളിർത്ത് വന്നോളും, കുഴപ്പമില്ല. കട്ട് ചെയ്ത് കൊടുക്കും, ഒരു പ്രശ്നമില്ല കേട്ടോ. നമുക്കപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ വാഴയ്ക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ വാഴയ്ക്കും ഇട്ട് കൊടുക്കാം. നമ്മൾ 2 ഏത്തവാഴയ്ക്ക് കൊണ്ടുവന്നില്ലായിരുന്നോ, ഏത്തവാഴയുടെ തൈ, അപ്പോൾ അവർക്കും കൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഏത്തവാഴകൾ ഇതാണ്. നമ്മൾ ഇന്നലെ ഇതിനകത്ത് ആട്ടുംപുളിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ ഒന്ന് വെട്ടി ചിക്കി കളച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പെട്ടെന്ന് വളമാകും കേട്ടോ. നമ്മൾ കുറേ ദിവസത്തിന് മുമ്പ് മീനിൻ്റെ വളം ഇട്ട് കൊടുത്തില്ലായിരുന്നോ, അതിന് അത്യാവശ്യം ഗ്രോത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മീനിനല്ല, നമുക്ക് വാഴയുടെ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും, പുതിയ പുതിയ നാമ്പുകളൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇവിടെ എല്ലാം നമ്മൾ എന്താണ് നമ്മുടെ കൂർക്കയായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത്. കൂർക്കകളെല്ലാം അത്യാവശ്യം വളർന്ന് വരുന്നുണ്ട്, പക്ഷേ പാകമായിട്ടില്ല, ഒട്ടും പാകമായിട്ടില്ല. വളരെ കുറച്ച് നാളല്ലേ നമ്മൾ ആയിട്ടുള്ളൂ വച്ചിട്ട്. അപ്പോൾ അതാണ്ട് ഇവിടെയും കൂടെ ഒരു ഏത്തവാഴയല്ല ഇത് കേട്ടോ, വേറൊരു ഇനം വാഴയാണ്. അതിനും കൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കും. പിന്നെ ഇത് കണ്ടോ, കപ്പപ്പഴത്തിൻ്റെ ഈ ഒരു വാഴയ്ക്ക് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കായ്ബലം അത്ര പുഷ്ടിയായിട്ട് തോന്നുന്നില്ല. കാരണം നോക്കിക്ക്, സിമിയുടെ കൂട്ട് ഒരുമാതിരി ഇരകടിച്ചിരിക്കുമോ, സിമിയെ പോലെ ഒരുമാതിരി ഇരകടിച്ചിരിക്കും. എത്ര തിന്നിട്ടും അതിൻ്റെ ദേഹത്ത് ബലം വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതും കൂടെ കുറച്ചിട്ട് കൊടുക്കും. ഇനി അതിൻ്റെ കുറവാണെങ്കിലോ ഇതും കൂടെ കുറച്ചിട്ട് കൊടുക്കും, അത്രയും മതി. പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വള്ളിക്കാച്ചിലുണ്ട് കേട്ടോ. വള്ളിക്കാച്ചിലൊക്കെ ഇപ്പോൾ നമ്മൾ വെച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു മൂട് ഭാഗം കൂടെ കണ്ടുപിടിച്ച ഇവിടാണ് കേട്ടോ. അവിടെയും കൂടെ നമുക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ചേമ്പിനൊരു ചെറിയ കഥയുണ്ട് കേട്ടോ. കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാനിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ കുറച്ച് ചേമ്പിൻ്റെ ആ ഒരു വിത്ത് കഴിക്കാൻ ഭയങ്കര ഒരാഗ്രഹം. ഞാൻ ഈ പറമ്പിലെല്ലാം ഇറങ്ങി നോക്കി. നമ്മുടെ ഒരു പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ, ഞങ്ങൾ സത്യം പറഞ്ഞാൽ നട്ട ചേമ്പേ ആയിരുന്നില്ല. ആ ചേമ്പ് ഞങ്ങൾ ഒരു പ്രാവശ്യം ആ ഒരു ഭാഗത്ത് നിന്ന ചേമ്പായിരുന്നു. വെറുതെ ഒന്ന് പിഴുതു നോക്കിയപ്പോഴത്തേക്ക് കുറേ അതിനകത്തുനിന്ന് വിത്തുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ എന്തോ ഒരു ചെറിയൊരു ഭാഗം വീണ് ഇതും കിളിച്ചതാണ്. അങ്ങനെ അതുപോലൊരു അവസരത്തിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് വെറുതെ വന്നൊന്ന് പിഴുതു നോക്കിയപ്പോൾ ഒരു 3-4 കഷ്ണത്തിന് വേണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും അതേ സാധനം തന്നെ എടുത്തിട്ട് അതെല്ലാം പിച്ചി എടുത്തിട്ട് ഒരു ചെറിയൊരു കുഴി കുഴിച്ചിട്ട് നട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതല്ല ഇത്. നമുക്ക് ഇതിൻ്റെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് നോക്കാം അതിനകത്ത് വല്ലതും ഉണ്ടോന്നല്ലേ. അതിൻ്റെ ഒരു കായ്ബലം കാണാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇനി കഴിഞ്ഞു കേട്ടോ, നമുക്കിതെല്ലാം എങ്ങനെയാണ് ഇട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചാമ്പലിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വാഴകളൊക്കെ, കുറേ വേസ്റ്റായിട്ട് നിൽക്കുന്ന വാഴകളൊക്കെ വെട്ടിക്കളയാറുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ 4 സൈഡിലും കുറേ വാഴകൾ നിൽപ്പുണ്ട് കേട്ടോ. ഇതിനകത്ത് മിക്കതും നമുക്ക് അധികം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വാഴപ്പഴം എന്ന് പറയുന്നത് പാളയംതോടനും അല്ല എന്നാൽ പൂവനും അല്ലാത്ത ഇതിൻ്റെ രണ്ടിനെയും കൂടെ ഇനത്തിൽ നിൽക്കുന്ന ഒരു വല്ലാത്തൊരു സൈസിലൊരു പഴമാണ് കേട്ടോ ഈ ഒരു സൈഡിലൊക്കെ നിൽക്കുന്നത്. പക്ഷേ ഇത് നമ്മളിത് കടയിൽ കൊടുക്കാറുണ്ട്, കാരണം കടക്കാർ ഇത് വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഞങ്ങളങ്ങനെ അത് അധികം കഴിക്കാറില്ല കേട്ടോ. കഴിക്കാൻ കൊള്ളാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ആ ഒരു ടേസ്റ്റ് നമുക്ക് അങ്ങോട്ട് സൂട്ടാവുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഇലയൊക്കെ ഇങ്ങനെ പീസായിട്ടൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ തുണിയൊക്കെ ഇടുന്ന സമയത്ത് അത് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് നല്ല കറക്റ്റായിട്ട് വെയിലോ കാര്യങ്ങളോ ഒന്നും അങ്ങോട്ട് കിട്ടുന്നുണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴേക്ക് ഈ ഒരു ഇലയുടെ ശല്യം വളരെയധികം നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേയൊക്കെ അതിൻ്റെ ആ ഒരു ഇലകളൊക്കെ കുറച്ചൊന്ന് വെട്ടി മാറ്റി കളയാമെന്ന് വെച്ചു. കുറേയൊക്കെ ഇങ്ങനെ ഉണങ്ങിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വെട്ടിയിട്ട് കൊടുക്കാമെങ്കിൽ ഇപ്പോഴത്തെ ഒരു ചൂടനുസരിച്ച് അത് അവിടെ തന്നെ കിടന്നങ്ങ് ഉണങ്ങിക്കൊള്ളുമല്ലോ. ഉണങ്ങുന്ന സമയത്ത് നമുക്ക് കത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കത്തിച്ച് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ക്ലിയർ ആവുമല്ലോ. അങ്ങനെ ഏകദേശം ഞാൻ കുറേയൊക്കെ ഇങ്ങനെ വെട്ടി കളയുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ പറമ്പിലൊരു വാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് പറമ്പുകളിൽ പോയി നമുക്ക് മോട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കിപ്പോൾ ഒരു പൊതിച്ചോറ് പെട്ടെന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആണല്ലോ. ഈ സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴയുടെ ഒരു കോളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ മഴ ഇതുവരെയും പെയ്തിട്ടില്ല, ഈ നിമിഷം വരെയും പെയ്തിട്ടില്ല. പക്ഷെ വൈകിട്ട് നല്ല കാറ്റും
നല്ലൊരു വല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ, നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ചെറുതായിട്ടൊരു ഇടിയും നല്ലൊരു കാറ്റും ഒരു മന്ദാരം ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് അവിടെ നിന്ന് ജോലി ചെയ്യാനെ കൊണ്ട്. അങ്ങനെ ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ പറമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ആ തെങ്ങിൻ്റെ ആ ഒരു സൈഡ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ വശത്തും അതേപോലെ തന്നെ ആ ഒരു പുല്ല്, നീളത്തിലുള്ള പുല്ല് തന്നെ നിൽപ്പുണ്ടായിരുന്നേ. ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് വെള്ളത്തിൻ്റെ നനവ് എപ്പോഴും വരാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ആ ഒരു പൈപ്പ് ലൈൻ നമ്മൾ ഇങ്ങോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുറത്ത് വശത്തുള്ള ആ ഒരു അടുക്കളയിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്തൊക്കെ കൃഷിയും പാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ മരവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ ഒരു വെള്ളം കൂടെ കിട്ടുമ്പോൾ അത്രയും കൂടെ അവർക്ക് വെള്ളത്തിൻ്റെ ഒരു അംശം ചെല്ലുമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പൈപ്പിൻ്റെ ക്ലോസ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു നനവ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പുല്ല് പറിച്ചെടുക്കുന്നതിന് വലിയ പാടുണ്ടായിരുന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ച് മാറ്റി ഇട്ടിട്ടുണ്ടായിരുന്ന പുല്ലൊക്കെ ഏകദേശമൊക്കെ ഒന്ന് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിനെ അങ്ങനെ നമുക്ക് തീയിട്ട് അതിനെ നമുക്ക് അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഒന്ന് മന്ദാരമൊക്കെ നന്നായിട്ട് കൂടി ചെറുതായിട്ടൊക്കെ ഒന്ന് ഇരുട്ടി തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങളവിടെ തീയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഈ നമ്മൾ പിച്ചിയെടുക്കുന്ന ഈ ഒരു പുല്ലൊക്കെ അതിൻ്റെ മണ്ടയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് കൊതുകിൻ്റെയൊക്കെ ശല്യം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇങ്ങനെ പുകയ്ക്കുന്നതുകൊണ്ട് കൊതുകിൻ്റെ ശല്യം നമുക്ക് അധികം ഉണ്ടാവാറില്ല. കാരണം ഇങ്ങനെ പുകച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കൊതുകോ കാര്യങ്ങളൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഞാൻ പിച്ചെടുക്കുന്നുണ്ടായിരുന്നു. കുറേ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി വളരെ കുറച്ച് ഭാഗങ്ങളോട് മാത്രമേ നമുക്ക് ഈ ഒരു പുല്ലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാ സൈഡിലും ഒരുവിധമൊക്കെ കുറേശ്ശെ ആയിട്ടാണെങ്കിലും ഇങ്ങനെ റെഡിയാക്കി വരുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് എന്തായാലും നമുക്കിത് ഫുള്ള് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം കുറേ ഉണ്ടല്ലോ ഇങ്ങനെ മാറ്റി വരുന്നുണ്ട്. ആ ഒരു ഭാഗമെല്ലാം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ ഭാഗങ്ങളോട് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബായ്.